അമേരിക്ക ഇന്ത്യക്കെതിരെ ചുമത്തിയ 50% അധിക തീരുവ പ്രാബല്യത്തിലായതോടെ നഷ്ടം മറികടക്കുവാനുള്ള പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. UK, ദക്ഷിണ കൊറിയ, ജപ്പാൻ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്തുവാനുള്ള നീക്കം സജീവമാക്കുകയാണ് ഇന്ത്യ. ഏകദേശം 40ഓളം രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാർ നടത്തുന്നതിന് വേണ്ടി ചർച്ച നടത്തിയതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീരുവ വർധന മൂലം ഇന്ത്യക്ക് അമേരിക്കൻ വിപണിയിൽ നിന്നുണ്ടാകുന്ന നഷ്ടം ഏകദേശം $4,800 കോടി. പ്രധാനമായിട്ടും അമേരിക്കൻ തീരുവ വർധന മൂലം ബുദ്ധിമുട്ടിലാകുന്നത് വസ്ത്രനിർമ്മാണ മേഖലയും തുകൽ നിർമ്മാണ മേഖലയുമാണ്. അമേരിക്കയുടെ തീരുവ വർധന കേരളത്തെയും പ്രത്യക്ഷമായി തന്നെ ബാധിക്കും. കേരളത്തിൽ നിന്ന് ധാരാളമായി കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കിറ്റെക്സിനും കൂടാതെ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും അമേരിക്കൻ തീരുവ ഇരട്ടടിയാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള വ്യാപാരികൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ്. പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളെ തന്നെ ആശ്രയിക്കുവാനായിരിക്കും ഇവർ ശ്രദ്ധിക്കുക. കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഇവർ കച്ചവടങ്ങൾ കൂടുതൽ ചെയ്യുവാനായി പരിശ്രമിക്കും. കൂടാതെ രാജ്യത്തെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് GST നിരക്കുകൾ കുറയ്ക്കുവാനുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നതിനുള്ള പിഴയായിട്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവ ചുമത്തുവാൻ തീരുമാനിച്ചത്. 50% തീരുവ അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. വിഷയത്തിൽ ദേശീയ താൽപ്പര്യം സംരക്ഷിച്ച് മുന്നോട്ടു പോകുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒരിക്കലും ഇന്ത്യയിലെ കർഷകരെ ദ്രോഹിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഇറക്കുമതി ചെയ്യുകയില്ല എന്നും ഇന്ത്യ ഗവൺമെൻറ് ആവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി ഒരിക്കലും ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് രാഷ്ട്രങ്ങളിൽ ഒന്നായ റഷ്യയെ തള്ളിപ്പറയുകയില്ല എന്നും കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാൻ്റെ സേനാ മേധാവി ആസിഫ് മുനീർ അമേരിക്കയിൽ പലതവണ സന്ദർശനം നടത്തിയതും ഇന്ത്യ ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.